കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പന്തലിലെ തിരക്കുകൾ ഒഴിഞ്ഞപ്പോൾ ജയഗീത ടീച്ചർ ദേവികയുടെ അരികിലേക്ക് വന്നു. കഴിഞ്ഞുപോയ അനിഷ്ട സംഭവത്തിന്റെ നടുക്കത്തിൽ നിന്ന് ദേവിക ഇനിയും പൂർണ്ണമായും മുക്തിയായിട്ടുണ്ടായിരുന്നില്ല. അത് അവളുടെ മുഖത്ത് നിന്ന് ടീച്ചർക്ക് വായിച്ചെടുക്കായിരുന്നു. ടീച്ചർ അവളെ ചേർത്തു പിടിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു. മോളെ, നീ വിഷമിക്കരുത്. എല്ലാം നല്ലതിനാണ് സംഭവിച്ചതെന്ന് വിചാരിക്കേ. ആ ചതിക്കുഴി വീഴാതെ ദൈവം നിന്നെ രക്ഷിച്ചതാ. ടീച്ചർ അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് ദേവ് ജിത്തുവിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. ജിത്തുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ദേവ് ഗൗരവത്തോടെയും എന്നാൽ സ്നേഹത്തോടെയും കൂടി പറഞ്ഞു, ജിത്തു, നീ വിചാരിച്ചതിലും വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ അനിയത്തിയാണ്. അവളെ പൊന്നുപോലെ നോക്കണം. ഒരു സങ്കടം പോലും അവളുടെ മുഖത്ത് വരരുത്. നീയും ചെറിയ കുട്ടിയാണെന്ന് അറിയാം, എങ്കിലും ഞാൻ നിന്നോട് പറയുകയാണ്, അവളെ പൊന്നുപോലെ നോക്കണം കേട്ടോ. ദേവിന്റെ ആകുലത നിറഞ്ഞ ആ വർത്തമാനം കേട്ടതും ജിത്തു ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം ദേവേട്ടാ. എൻ്റെ നിധി അവള്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലും. അതുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ ഞാൻ സമ്മതിക്കില്ല, ജിത്തു ഉറപ്പോടെ പറഞ്ഞു. അങ്ങനെ പന്തലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ദേവികയും ജിത്തുവും ശ്രീലക്ഷ്മിയും ദേവും കൂടി നേരെ ജിത്തുവിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ജിത്തുവിന്റെ വീട്ടിൽ ആ സമയം അവന്റെ അച്ഛൻ കലാധരനും അമ്മ പാർവതിയും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ജിത്തുവിനെയും കൂടെ ദേവിനെയും ലക്ഷ്മിയെയും കൂട്ടിയ കാർ വന്നിറങ്ങിയത്. ജിത്തുവിനെ ഒരു കല്യാണ ചെറുക്കനായി കണ്ടതും കലാധരനും പാർവതിയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. അവരുടെ ഒപ്പം തന്നെ നമ്മുടെ മൂഷട്ടമ്മായി, അതായത് കലാധരന്റെ പെങ്ങള് കലാവതി അപ്പച്ചിയും ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ കണ്ടതും കലിതുള്ളി മുന്നോട്ട് വന്നു. ശ്രീലക്ഷ്മിയാണ് ഈ കല്യാണം നടത്തിക്കൊടുത്തത് എന്ന് കരുതി അവർ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ചീത്ത വിളിക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പണ്ട് മുതൽ അങ്ങനെയാണല്ലോ. എന്താണ് ഇതൊക്കെ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ഒരു ടീച്ചറല്ലേ? വലിയ അധ്യാപക ചമഞ്ഞ് നടന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത നിന്റെ അനിയനെ കൊണ്ട് ഈ തോന്നിവാസം കാണിപ്പിച്ചു അല്ലേ? കലാവതി അപ്പച്ചി ആക്രോശിച്ചു. ഇത്തിരി പോലെ ഈ ചെക്കനെ കൊണ്ട് ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചിട്ട് കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? നാശം പിടിച്ചവള്. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാനായി ഓരോന്ന് ഇറങ്ങിക്കോളും. അപ്പച്ചി ശ്രീലക്ഷ്മിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടതും ദേവിന്റെ മുഖം കറുത്തു. ഇറഞ്ഞു തുളുമ്പാൻ കാത്തു നിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ ചുവന്ന കണ്ണുകളെ കണ്ടതും ദേവിന്റെ സമനില തെറ്റി. അവൻ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചു. നിർത്ത്! നിങ്ങൾ ആർക്ക് നേരെ കയർക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ ചീത്ത വിളിക്കുന്നത് ഓർമ്മയുണ്ടോ? ദേ, അറിയാത്ത കാര്യം പറയാൻ നിൽക്കരുത്. വായിൽ നാക്കുണ്ടെന്ന് കരുതി. ഇനി എന്റെ പെണ്ണിന് നേരെ നിങ്ങളുടെ ശബ്ദം ഉയർന്നാലേ ആ നാവ് ഞാൻ പിഴുതെറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾക്ക് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാണ്. അപ്പച്ചിക്ക് നേരെ ശബ്ദം ഉയർത്തി ദേവ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ആകെ വിരണ്ടുപോയി അപ്പച്ചി. എന്നത്തെയും പോലെ അവളെ കുറ്റപ്പെടുത്തിയതാണ് കക്ഷി. എന്നാൽ മറന്നുപോയി അവളുടെ ചെറുക്കൻ അവളുടെ ഒപ്പം ഉണ്ടെന്ന്, അവന് അവള് ജീവനാണെന്ന്. അവരാകെ വിളറി വെളുത്തുപോയി. ദേവിന്റെ ആ ഭാവം കണ്ടതും ഇനിയും ഏട്ടനെ സംസാരിക്കാൻ വിട്ടാൽ അപ്പച്ചി പടമാവും എന്ന് തോന്നിയ ദേവിക ആ സമയം മുന്നോട്ട് വന്ന് സംസാരിച്ചു. ഇതിൽ ലക്ഷ്മി ടീച്ചറെ കുറ്റപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. ഞാൻ ജിത്തുവിന്റെ ഇഷ്ടത്തിന്റെ പുറത്ത് വിവാഹം കഴിച്ചതാണ്. അവനും എന്നോട് അതേ രീതിയിലുള്ള ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വിവാഹിതരാവാൻ തീരുമാനിച്ചതും വിവാഹിതരായതും. ഇത് എന്റെയും ഇവന്റെയും തീരുമാനമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരും വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയ്ക്കും അതിനുള്ള അവകാശമുണ്ട്, പക്ഷെ പുറത്തു നിന്നുള്ളവർ സംസാരിക്കേണ്ട, ദേവിക അപ്പച്ചിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ദേവികയുടെ ആ തന്റെ അടുത്തുള്ള സംസാരം കേട്ടതും കലാവതി അപ്പച്ചി ദേഷ്യം കൊണ്ട് വിറച്ചു. എന്നാൽ കലാധരൻ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി നിന്നു. ദേവിനോട് അയാൾക്ക് ചെറിയ രീതിയിൽ പേടിയൊക്കെ ഉണ്ട്. ഈ സമയം ജിത്തു ദേവികയുടെ കൈയും പിടിച്ച് തന്റെ അച്ഛനായ കലാധരന്റെയും അമ്മ പാർവതിയുടെയും അരികിലേക്ക് നടന്നു ചെന്നു. അവൻ സങ്കടത്തോടുകൂടി അവരെ നോക്കി പറഞ്ഞു, അച്ഛാ, അമ്മേ, ഞാൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. നിങ്ങളോട് ആരോടും ചോദിക്കാതെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എൻ്റെ വിവാഹവും ഒക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉള്ളതാണെന്നും അറിയാം. പക്ഷെ ആ കല്യാണ പന്തലിൽ വെച്ച് ആ ഉണ്ടായ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എൻ്റെ ദേവൂട്ടിയുടെ ജീവിതം തകർന്നു പോയേനെ, ജിത്തു പറഞ്ഞു നിർത്തി. എന്നിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു,
എനിക്ക് ദേവൂട്ടി ഒരുപാട് ഇഷ്ടമാണ്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ നിധിയാണ് അവള്. എനിക്ക് ഒരു ജോലി ശരിയായ കാര്യം അച്ഛനറിയാലോ. അടുത്ത മാസം മുതൽ ഞാൻ ജോലിക്ക് കയറും. ഒരു കുറവും വരാതെ ഇവളെ ഞാൻ നോക്കിക്കോളാം. അച്ഛാ, എനിക്കിവളെ വേണം. ഇവളെ എൻ്റെ ഭാര്യയാണിപ്പോൾ. ഇവളെ ഉപേക്ഷിക്കണമെന്ന് പറയരുത് കേട്ടോ. എനിക്കതിനാവില്ല. അച്ഛനും അമ്മയെയും എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെ എനിക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവളും. ജിത്തുവിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ പാർവതിയുടെ കണ്ണ് നിറഞ്ഞു. ദേവിൻ്റെ നോട്ടവും ജിത്തുവിൻ്റെ ആ ഉറപ്പും ഒക്കെ കേട്ടപ്പോൾ കലാധരനും ആ വിവാഹത്തെ എതിർക്കാൻ മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ദേവിനെ ഒന്ന് നോക്കിയ ശേഷം നിറഞ്ഞ മനസ്സോടെ ജിത്തുവിനെയും ദേവികയെയും വീടിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ പ്രതിസന്ധികൾക്കിടയിലും ജിത്തുവിൻ്റെയും ദേവികയുടെയും പുതിയൊരു ജീവിതത്തിന് അവിടെ തുടക്കമായിരുന്നു. ദേവും ശ്രീലക്ഷ്മിയും തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് വീടിൻ്റെ ഒരു വശത്തുള്ള ആളൊഴിഞ്ഞ ഇടനാഴിയിലേക്ക് മാറി നിന്നു. ആകാശത്ത് വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു. ശ്രീലക്ഷ്മി ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ ശാന്തത തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു വലിയ ഭാരം ആ മനസ്സിൽ കിടന്ന് നീറുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതുക്കെ ദേവിൻ്റെ കൈകളിൽ തൻ്റെ കൈ ചേർത്ത് പിടിച്ചു. ആ സ്പർശനം അറിഞ്ഞപ്പോൾ ദേവ് ലക്ഷ്മിയെ നോക്കി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ദേവേട്ടാ, ഇപ്പോഴും വിഷമം മാറിയില്ലേ? ലക്ഷ്മി അങ്ങേയറ്റം പ്രണയത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അവനോടായി ചോദിച്ചു. ഇനി എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നത്? ദേവികയ്ക്ക് എത്ര നല്ലൊരു ജീവിത ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണെങ്കിലും അവളെ സ്നേഹിക്കുന്ന ഒരാളെയല്ലേ അവള് കല്യാണം കഴിച്ചത്. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? എനിക്ക് എൻ്റെ ജിത്തുവിനെ നന്നായി അറിയാം ദേവേട്ട. എൻ്റെ അനിയനായതുകൊണ്ട് പറയുകയല്ല. അവൻ അവളെ ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ തന്നെ നോക്കിക്കോളും. ഒരു ചേച്ചി എന്ന നിലയിൽ അവൻ്റെ കരുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാര്യയുടെ കാര്യം പറയണോ? അവൾക്ക് ഒരു കുറവും വരില്ല. 100% ധൈര്യമായിരിക്കാം നമുക്ക്. ലക്ഷ്മിയുടെ ആ ആശ്വാസവാക്കുകൾ കേട്ടിട്ടും ദേവിൻ്റെ മുഖത്തെ ഗൗരവം മാറിയില്ല. അവൻ ദൂരേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, ദേവികയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ സമാധാനമുണ്ട് ലക്ഷ്മി. ജിത്തുവിൻ്റെ സ്നേഹം അത്രമാത്രം ആഴമുള്ളതാണെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ ദേവ് ഒന്ന് നിർത്തി. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഇടർച്ചയും കുറ്റബോധവും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടന്ന് നീറുന്നത് മറ്റൊന്നാണ് ലക്ഷ്മി. ഞാനൊരു IPS ഓഫീസറാണ്. ഈ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യങ്ങളും കണ്ടുപിടിക്കുന്നത് ഞാൻ, ആളുകൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന ഞാൻ, ആളുകളെ സംരക്ഷിക്കേണ്ടത് ആൾ. എന്നാൽ സ്വന്തം അനിയത്തിയുടെ ജീവിതം വെച്ച് ഒരാൾ കളിക്കാൻ തുടങ്ങിയിട്ട് അത് നേരത്തെ തിരിച്ചറിയാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ദേവിക ഒരാൾ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ ഞാൻ മറന്നുപോയി. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും അവനിലുള്ള വിശ്വാസം കണ്ടപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ പലയിടത്തും ഒരു ചെറിയ കല്ല് കടിച്ചിട്ടും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ ആ അശ്രദ്ധ കൊണ്ടല്ലേ ലക്ഷ്മി എൻ്റെ അനിയത്തി ഇന്ന് ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇത്രയും വലിയൊരു ചതി നേരിടേണ്ടി വന്നത്. ഞാൻ അവളുടെ ഏട്ടനല്ലേ, എനിക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? തൻ്റെ മുന്നിൽ ഇതുവരെ കണ്ടത് സ്ട്രിക്റ്റായ പോലീസ് ഓഫീസറായ ദേവിനെ ആയിരുന്നു. എന്നാൽ തൻ്റെ ഒരു തെറ്റോർത്ത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മനസ്സ് തകർന്ന് നിൽക്കുന്നത് ലക്ഷ്മി ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയൊരു തെറ്റല്ല എങ്കിലും മനുഷ്യനല്ലേ. അനിയത്തിയെ സ്നേഹിക്കുന്ന ഒരു ഏട്ടനാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന സംഭവങ്ങൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അവൻ്റെ മനസ്സിനെയും ഉലച്ചിട്ടുണ്ടെന്ന് അവൾക്കറിയാം. അതൊക്കെ ഓർത്തപ്പോൾ അവളുടെ നെഞ്ചും ഒന്ന് പിടഞ്ഞു. അവൾ ദേവിൻ്റെ തോളിൽ കൈവച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ദേവേട്ടാ, ഇങ്ങനൊന്നും പറയരുത്. ഏട്ടനൊരു പോലീസുകാരനാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യനാണ്, അത് മനസ്സിലാക്കുക. സ്വന്തം അനിയത്തി ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ സന്തോഷം മാത്രം ആഗ്രഹിച്ച ഒരു പാവം ഏട്ടനായി നിങ്ങൾ മാറി. പ്രണയത്തിന്റെ പേരിൽ ഇത്രയും വലിയൊരു ചതിയുടെ വല നെയ്യാൻ വരുണും കുടുംബവും കാത്തിരിക്കുന്നുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ദേവേട്ടൻ മാത്രം ഇത് മുൻകൂട്ടി കാണാൻ പറ്റുന്നത്? ഏട്ടാ, അവര് നമുക്ക് സംശയിക്കാൻ വേണ്ടി ഒന്നും തന്നിട്ടില്ല. വിസ്മയവുമായുള്ള പ്രപ്പോസൽ പറഞ്ഞപ്പോഴും അയാൾ ഏട്ടനോട് എങ്ങനെയാണ് പെരുമാറിയത് അതൊക്കെ ആലോചിച്ച് നോക്ക്. പിന്നെ അവരെക്കുറിച്ച് ചെറുതായൊരു അന്വേഷണം നടത്തിയപ്പോഴും ആർക്കും കുറ്റമൊന്നും പറയാനില്ലായിരുന്നല്ലോ. ആളുകളുടെ ഉള്ളിലെ ക്രിമിനലുകൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുറത്തു വരുന്നതെന്ന് ഞാൻ ഏട്ടനെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ?
അവൾ ദേവിന്റെ കൈകളിൽ കുറച്ചുകൂടി മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്ക് ദേവേട്ട, എല്ലാം ആ ദൈവത്തിന്റെ ഓരോ നിശ്ചയങ്ങളാണ്. വരും നല്ലവനാണെന്ന് കരുതി ദേവിക അവനെ തന്നെ കെട്ടി ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? ഇവിടെ വെച്ച് ഈ ചതികളെ കുറിച്ച് അറിയുമ്പോൾ അവളുടെ അവസ്ഥ എന്താവുമായിരുന്നു? കല്യാണ പന്തലിൽ വെച്ച് ദേവേട്ടനെ വിലപേശാനാണ് അവർ വിചാരിച്ചിരുന്നത്. മറിച്ച് ആ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയിട്ടാണ് അവരുടെ വിലപേശലെങ്കിലോ എന്താവുമായിരുന്നു സ്ഥിതി? അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇപ്പോൾ നടന്നത്. കല്യാണ പന്തലിൽ വെച്ചാണെങ്കിലും സത്യങ്ങൾ പുറത്തു വന്നത്. അവൾ ആ ചതിക്കുഴിയിൽ വീഴാതെ രക്ഷപ്പെട്ടതും ജിത്തുവിനെ പോലെ അവളെ ജീവനായി സ്നേഹിക്കുന്ന ഒരാളുടെ കൈകളിൽ എത്തിയതുമെല്ലാം ദേവേട്ടന്റെ ഈ നല്ല മനസ്സ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ആ കുറ്റബോധം മനസ്സിൽ വെച്ച് സ്വയം വിഷമിക്കരുത് കേട്ടോ. ലക്ഷ്മിയുടെ ആ വാക്കുകളിലെ ആത്മാർത്ഥതയും ആശ്വാസവും ദേവിന്റെ ഉള്ളിലെ കനലിനെ അല്പം തണുപ്പിച്ചു. അവൻ ലക്ഷ്മിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ പ്രതിസന്ധികളിലും തനിക്ക് തണലായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന ലക്ഷ്മി പതുക്കെ അടർന്നു മാറി. വസ്ത്രങ്ങളെല്ലാം ഒതുക്കി അവൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനാഞ്ഞതും എന്നാൽ പെട്ടെന്ന് ദേവ് അവളുടെ കൈത്തണ്ടിൽ കയറി പിടിച്ചു. തൻ്റെ കയ്യിലെ ആ ശക്തമായ പിടി അറിഞ്ഞതും ലക്ഷ്മി അത്ഭുതത്തോടുകൂടിയും സംശയത്തോടുകൂടിയും ദേവിനെ തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് ഇപ്പോൾ വിരിയുന്നത് പ്രണയമല്ല, മറിച്ച് വല്ലാത്തൊരു ഗൗരവവും എന്തോ വലിയൊരു രസം ഉള്ളിലൊതുക്കിയതുപോലുള്ളൊരു ഭാവമൊക്കെ ആയിരുന്നു. ലക്ഷ്മി, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നീ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പറഞ്ഞേ പറ്റൂ. ഇത് പറയാതിരിക്കുന്നത് ഇനിയും ശരിയാവില്ല. ഇനിയുള്ള കാര്യത്തിൽ എനിക്ക് നിന്റെ വലിയൊരു സഹായവും ആവശ്യമുണ്ട്. ദേവ് അവളുടെ കൈകളിൽ തൻ്റെ പിടി അല്പം മുറുക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവൻ്റെ ആ മുഖവര കേട്ടപ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിൽ ചെറിയൊരു പരിഭ്രമം പടർന്നു. എന്തുകൊണ്ടോ? എന്താ ദേവേട്ട, എന്താണ് കാര്യം? അവൾ ആകാംക്ഷയോടുകൂടി ചോദിച്ചു. ദേവ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് തുടർന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങി ഈ നാട്ടിലേക്ക് വന്നത് വെറുതെ അല്ല ലക്ഷ്മി. ഈ പോസ്റ്റിംഗ് ഞാൻ ചോദിച്ചു വാങ്ങി വന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് 1 ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണതെന്ന ചോദ്യഭാവത്തിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇവിടെ വെച്ചിട്ടാണ് 10 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചത്. ഒരു അപകടം എന്നാണ് എല്ലാവരും വിധി എഴുതിയത്. പക്ഷേ അതൊരു അപകട മരണമായിരുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ അച്ഛൻ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് വന്നതായിരുന്നു. ഒരു സ്കൂൾ കലോത്സവത്തിന് വന്ന പെൺകുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഒരു കേസായിരുന്നു അത്. എല്ലാവരും അതൊരു സാധാരണ വീഴ്ചയായിട്ടാണ് കണ്ടത്. പക്ഷേ എൻ്റെ അച്ഛന് അങ്ങനെ തോന്നിയില്ല. ഹോസ്പിറ്റലിൽ പോയി ആ കുട്ടിയെ കണ്ടപ്പോൾ, ആ കുട്ടിയുടെ ചേച്ചിയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ആ വീഴ്ചയ്ക്ക് പിന്നിലെ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹം കൂടിപ്പോയി. അവർക്ക് വേണ്ടി അവർക്ക് നീതി ലഭിക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചു. കാരണം സാധാരണ രീതിയിലാണ് ആ കുട്ടി വീണതെങ്കിൽ പോലും കോമയിലേക്ക് പോകാനുള്ള യാതൊരു ചാൻസും അവിടെ ഉണ്ടായിരുന്നില്ല. അതിലുപരി അവളുടെ ശരീരത്തിൽ ആരോ ക്രൂരമായി പിടിച്ച് മാന്തിയ നഖക്ഷതങ്ങളും മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ദേവ് പറയുമ്പോൾ ലക്ഷ്മി ശ്വാസം അടുപ്പിച്ചുകൊണ്ട് കേട്ടിരുന്നു. ദേവ് തുടർന്നു. എല്ലാവരും അത് നിസ്സാരമായി തള്ളിക്കളയാൻ പറഞ്ഞപ്പോഴും അച്ഛന് അത് തള്ളിക്കളയാൻ പറ്റിയിരുന്നില്ല. അച്ഛൻ്റെ ഉള്ളിൽ ആ വലിയ സംശയം ഉദിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ പോകെ അത് ശക്തി പ്രാപിച്ചു. കൂടാതെ ആ കുട്ടികളുടെ അവസ്ഥയും. അന്ന് ആ കുട്ടിയെ ചോരയൊലിപ്പിച്ച് കിടന്ന അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ആ സ്കൂളിലെ തന്നെ ഒരു മാഷായിരുന്നു. ആ മാഷും പോലീസിനോട് പറഞ്ഞത് ആ കുട്ടി തെന്നി ഉരുണ്ടു വീണു എന്നതാണ്. പക്ഷെ അവിടെ നടന്നത് അതല്ലെന്ന് വ്യക്തമാണ്. എന്തോ ഒരു വലിയ ക്രൂരത അവിടെ മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ലക്ഷ്മി സംശയത്തോടുകൂടിയും വല്ലാത്തൊരു ഭയത്തോടു കൂടിയും അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ അന്ന് ഇവിടേക്ക് വന്നതും ആ മാഷിനെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചതും. ആദ്യത്തെ തവണ ആ മാഷിനോട് സംസാരിച്ചപ്പോൾ തന്നെ അച്ഛൻ്റെ ഊഹങ്ങൾ ശരിയാണെന്ന് അച്ഛൻ ഏകദേശം ഉറപ്പായി. ആ മാഷം അതിന് സഹകരിക്കാൻ തുടങ്ങി. പേടി കൊണ്ടാണ് അയാൾ പലതും മറച്ചു വെച്ചതെങ്കിൽ പോലും അന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പലതും അയാൾ പറഞ്ഞു. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി അച്ഛൻ 2ാം വട്ടം അയാളെ കാണാൻ പോയി. എന്നാൽ ആ മാഷ് ആദ്യം കണ്ടതുപോലെ ആയിരുന്നില്ല. അയാളുടെ പെരുമാറ്റം മുഴുവൻ മാറിയിരുന്നു. എന്തൊക്കെയോ ഒളിക്കുന്ന പോലെ, എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ. അതെന്താണെന്ന്
നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം കേട്ടോ ഗായ്സ്. നിങ്ങൾക്ക് ഈ ട്വിസ്റ്റ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഇഷ്ടമായി പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.